നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പീച്ചിയിലും ചിമ്മിനിയിലും ജലനിരപ്പ് പൂർണ്ണമായും നിയന്ത്രണ വിധേയം. നിലവിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടില്ല. ഓപ്പറേഷൻ തൂഫാൻ പിടിച്ചെടുത്ത കഞ്ചാവും മെത്താഫെറ്റാമിനും പുതുക്കാടുള്ള ഓട്ട് കമ്പനിയിലെ ചൂളയിൽ കത്തിച്ചു കളഞ്ഞു. വയോധികനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവം വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ. തൃക്കൂർ GLP സ്കൂളിൽ നിർമ്മിച്ച ആധുനിക ടർഫ് സമർപ്പിച്ചു. പദ്ധതിയൊരുക്കിയത് KSFE. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളായ പീച്ചിയിലും ചിമ്മിനിയിലും ജലനിരപ്പ് പൂർണ്ണമായും നിയന്ത്രണ വിധേയം. നിലവിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടില്ലെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയുള്ള കണക്കുകൾ പ്രകാരം ഇരു ഡാമുകളിലെയും ജലനിരപ്പ് സുരക്ഷിത പരിധിയിലാണ്. നിലവിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടില്ലെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. യാതൊരുവിധ ജാഗ്രതാ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടില്ല. പീച്ചി ഡാമിലെ ജലനിരപ്പ് നിലവിൽ 68.74 മീറ്ററാണ്. 79.25 മീറ്ററാണ് അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണശേഷി. നിലവിൽ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ, കനാൽ സ്ലൂയിസുകൾ, റിവർ സ്ലൂയിസുകൾ എന്നിവ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. ചിമ്മിനി ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് 62.46 മീറ്ററായി രേഖപ്പെടുത്തി. ചിമ്മിനി ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് 62.46 മീറ്ററായി രേഖപ്പെടുത്തി. 76.40 മീറ്ററാണ് അണക്കെട്ടിൻ്റെ പരമാവധി ജലസംഭരണ നില. പരമാവധി ജലനിരപ്പ് 76.70 മീറ്ററുമാണ്. സ്പിൽവേ ഷട്ടറുകളും റിവർ സ്ലൂയിസുകളും നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രത്യേക അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിടികൂടിയ ലഹരി വസ്തുക്കളുടെ വൻ ശേഖരം ഔദ്യോഗികമായി നശിപ്പിച്ച് തൃശൂർ റൂറൽ പോലീസ്. സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പ്രത്യേക ലഹരി വിരുദ്ധ വേട്ടയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ റൂറൽ പരിധിയിൽ പിടിച്ചെടുത്ത വൻ ലഹരി മരുന്ന് ശേഖരമാണ് പുതുക്കാടുള്ള ഓട്ട് കമ്പനിയിലെ ചൂളയിൽ കത്തിച്ച് നശിപ്പിച്ചത്. റൂറൽ ജില്ലാ പരിധിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്ത 18 കിലോ 307 ഗ്രാം കഞ്ചാവും അതീവ മാരക ലഹരി വസ്തുവായ 203.18 ഗ്രാം മെത്താഫെറ്റാമിനുമാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ഓട്ട് കമ്പനി ചൂളയിൽ വെച്ച് എരിച്ചു കളഞ്ഞത്. ഡിസ്ട്രിക്ട് ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമായിരുന്നു നടപടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം, ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP PK റഫീഖ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP SN സലീഷ്, പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, ജില്ലാ നാർക്കോട്ടിക് സെൽ ASI KS ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കളുടെ സംസ്കരണ നടപടികൾ പൂർത്തിയാക്കിയത്. വരും ദിവസങ്ങളിലും ലഹരി മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുമെന്ന് റൂറൽ പോലീസ് മേധാവി അറിയിച്ചു. വരന്തരപ്പള്ളിയിൽ വയോധികനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിക്കുന്ന് കണ്ണമ്പുഴ നടുവിൽ പീടിക പൈലൻ എന്ന് വിളിക്കുന്ന പൗലോസാണ് മരിച്ചത്. 78 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് പൗലോസിനെ വീട്ടുകിണറ്റിൽ വീണ് മരിച്ച നിലയിൽ വീട്ടുകാർ കണ്ടെത്തിയത്. പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പരേതയായ ആനിയാണ് ഭാര്യ. റൂബി, ഷാജു, ഷിജി എന്നിവർ മക്കളും ബിജു, സിംല, ബിൻസൺ എന്നിവർ മരുമക്കളുമാണ്. പൗലോസിന്റെ സംസ്കാരം നടത്തി. തൃക്കൂർ GLP സ്കൂളിൽ KSFEയുടെ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ആധുനിക ടർഫ് സ്കൂളിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, മായ രാമചന്ദ്രൻ, സ്കൂൾ പ്രധാനാധ്യാപിക L ജസീമ, PTA പ്രസിഡന്റ് MM അജിത്ത, MPTA പ്രസിഡന്റ് പ്രിൻമ ഷൈജു, സ്കൂൾ ലീഡർ KS ആഷ്നവ് എന്നിവർ സന്നിഹിതരായി. KSFEയുടെ സ്വാഗത പ്രസംഗത്തിൽ
നമ്മുടെ സ്കൂളിൻ്റെ HM ജസീമ ടീച്ചർ ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. MD ഇവിടെ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് ഡോക്ടർ സനിൽ അദ്ദേഹം ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ സാമ്പത്തിക സ്ഥാപനം, നമുക്കെല്ലാം മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയാവുന്ന വലിയൊരു സംരംഭമാണ് KSFE. കേവലം ചിട്ടി നടത്തുക എന്നതിനപ്പുറത്ത് ഒരുപാട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങൾ ഇതിൻ്റെ വളർച്ചയുടെ ഭാഗമായി ഈ KSFEയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന്. ഞാൻ തൊഴിലാളികളുടെ നേതാവാണ്. അവിടുത്തെ ഈ KSFE ഏജൻസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. സംസ്ഥാനത്തുള്ള ഈ കളക്ഷൻ ചിട്ടിയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കളക്ഷൻ എടുക്കുന്ന ജീവനക്കാരുടെ യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഇദ്ദേഹം MD ആവുമ്പോൾ സ്വാഭാവികവും ഇദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ ഭരണസംവിധാനം നടപ്പിലാക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട MD ആണ്. അദ്ദേഹം നമ്മുടെ ആസ്ഥാനം തൃശ്ശൂരാണെന്നുള്ളതുകൊണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി കൊടകര ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ കാത്തിരിക്കേണ്ടി വരുന്നവർക്ക് ഇനി മൊബൈൽ നോക്കി സമയം കളയേണ്ട. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ച് കാത്തിരിപ്പിൻ്റെ വിരസതയകറ്റാം. വായന പക്ഷാചരണം സമാപിക്കുമ്പോൾ വായന സംസ്കാരം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളാണ് ഈ സൗകര്യമൊരുക്കിയത്. കൃഷി, ആരോഗ്യം, വീട് നിർമ്മാണം, സാമ്പത്തിക നിക്ഷേപം, വാഹനങ്ങൾ, വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും, കുടുംബ പരിപാലനം, സാഹിത്യം എന്നിങ്ങനെ വ്യത്യസ്ത അഭിരുചികളുള്ളവർക്ക് യോജിച്ച പുസ്തകങ്ങൾ സജ്ജമാക്കിയ പുസ്തക സ്റ്റാൻഡ് വിദ്യാലയം പഞ്ചായത്തിന് സമർപ്പിച്ചു. കാത്തിരിപ്പുകാർക്ക് എളുപ്പം തിരഞ്ഞെടുക്കാവുന്ന വിധത്തിലും വായിച്ചു കഴിഞ്ഞ സ്വന്തം പുസ്തകങ്ങൾ മറ്റുള്ളവർക്കായി കൊണ്ടുവയ്ക്കാവുന്ന തരത്തിലും വളരുന്ന പുസ്തകമായാണ് ബുക്ക് റാക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. വിദ്യാലയത്തിലെ വായനമാസാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ വിധത്തിൽ പുസ്തക സമാഹരണം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. പഞ്ചായത്തംഗങ്ങളായ മിനി ദാസൻ, ജിൻസി റാഫി, പ്രജിത്ത, വിനയൻ തോട്ടിപ്പിള്ളി, ആഷ രാംദാസ്, സ്മിതി മനോജ്, സുമി ബിജു, സെക്രട്ടറി ബിന്ദു ജി നായർ, PTA പ്രസിഡന്റ് CL ജോജു, MPTA പ്രസിഡന്റ് P മിഷ, പ്രധാനാധ്യാപിക ജിഷ മാത്യു, PU സന്ധ്യ, CG ഫിലോ, ജോബിൻ M തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്വർണ്ണവില കരുത്തു വീണ്ടെടുത്ത് തിരിച്ചു കയറുന്നു. കേരളത്തിൽ വ്യാഴാഴ്ച രാവിലെ 10 രൂപ മാത്രം ഉയർന്ന ഗ്രാം വില ഉച്ചയ്ക്ക് 110 രൂപ കുതിച്ച് 13,240 രൂപയിലെത്തി. 880 രൂപ വർദ്ധിച്ച് 1,05,920 രൂപയാണ് പവന്റെ വില. രാജ്യാന്തര വില ഔൺസിന് $41 മുന്നേറി $4,114 എത്തിയതാണ് കേരളത്തിലും വില കൂടാൻ ഇടയാക്കിയത്. ഇറാനും US തമ്മിൽ വീണ്ടും യുദ്ധം തുടങ്ങുകയും ക്രൂഡ് ഓയിൽ വിലയും ഡോളറും കുതിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. എന്നാൽ സ്വർണത്തിന് അനുകൂലവും ഡോളറിന് പ്രതികൂലവുമായ സംഭവങ്ങൾ ഉണ്ടായതോടെ സ്വർണ്ണവില തിരിച്ചു കയറ്റം തുടങ്ങുകയായിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജ ഒപ്പിട്ട് പണം തട്ടി എന്ന പരാതി. പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് K വിനോദ് പിടിയിൽ. അന്തിക്കാട് പോലീസാണ് മസൂദിനെ പിടികൂടിയത്. ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് മസൂദ് പോലീസ് വലയിലായത്. CC മുകുന്ദന്റെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്നതാണ് മസൂദിനെതിരെയുള്ള പരാതി. പോലീസ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മസൂദിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച മസൂദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദിനെ പാർട്ടിയാണ് CC മുകുന്ദന്റെ സ്റ്റാഫ് അംഗമായി നിയമിച്ചത്. മസൂദിനെ മാറ്റണമെന്ന് CC മുകുന്ദൻ ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി തയ്യാറായിരുന്നില്ല. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദനെയും CPIയെയും രണ്ട് തട്ടിൽ എത്തിച്ചത്. പെൺകുട്ടികളുടെ വിഭാഗം D സോൺ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ അണ്ടർ-17 വിഭാഗത്തിൽ പുതുക്കാട് മേരിമാത ICSE സ്കൂൾ 2ാം സ്ഥാനം നേടി ഫസ്റ്റ് റണ്ണറപ്പായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് ഈ വിജയം കരസ്ഥമാക്കിയത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരായ ജിമ്മി, ജാൻസ് കൊള്ളന്നൂർ എന്നിവരായിരുന്നു പരിശീലകർ. അമ്പലൂർ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ജൂലൈ 14 നടക്കും. രാവിലെ വിശേഷ പൂജകൾ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പൂമൂടൽ, ചതുശ്വത നിവേദ്യം,
സർവൈശ്വര്യ പൂജ, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. ഇനി കാണാം ഇൻഫോ ടോക്ക്. മഴക്കാലത്ത് ചൂട് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അധികം ആളുകളും. എന്നാൽ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത്? ഇൻഫോ ടോക്കിലൂടെ അറിയാം. മഴക്കാലത്ത് സാധാരണ കണ്ടുവരുന്ന ആശങ്കകളായ രോഗപ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുകയും തൊണ്ടവേദന ശമിപ്പിക്കുകയും ചെയ്യുന്ന ആന്റി ഓക്സിഡന്റുകളും പ്രകൃതിദത്ത സംയുക്തങ്ങളും ചായയിൽ, പ്രത്യേകിച്ച് ഇഞ്ചി, തുളസി, ഗ്രീൻ ടീ എന്നിവയിൽ അടങ്ങിയിട്ടുണ്ട്. കാപ്പി വേഗത്തിൽ കഫീൻ ലഭ്യമാക്കുന്നതിലൂടെ ഉണർവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കാപ്പിയിൽ സാധാരണയായി ചായയേക്കാൾ കൂടുതൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതൽ ഊർജം നൽകുന്നു. ചായ നേരിയ ഉത്തേജനം നൽകുന്നു. ഇത് കഫീനിനോട് സംവേദനക്ഷമതയുള്ളവർക്ക് അനുയോജ്യമാക്കുന്നു. മഴക്കാലത്ത് ഭക്ഷണത്തിന് ശേഷം ഇഞ്ചി അല്ലെങ്കിൽ പുതിന ചായ പോലുള്ള ഹെർബൽ ടീ കുടിക്കുന്നത് നല്ലതാണ്. കാരണം അവ ദഹനം ശമിപ്പിക്കാൻ സഹായിക്കും. അതേസമയം അമിതമായ കാപ്പി ചിലരിൽ അസിഡിറ്റിക്ക് കാരണമാകും. ചായയും കാപ്പിയും ശരീരത്തിന് ആവശ്യമായ ജലാംശം ലഭിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ അവയ്ക്കൊപ്പം ആവശ്യത്തിന് വെള്ളം കൂടി കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. രാത്രിയിലെ ഉറക്കത്തെ ബാധിക്കാതെ നേരത്തെ കാപ്പി കുടിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. സ്വാഭാവികമായും കഫീൻ രഹിതമായ ഔഷധ സസ്യങ്ങൾ തേടുന്ന ആളുകൾക്ക് ചായ ആയിരിക്കും ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. കൂടുതൽ ഊർജം ലഭിക്കാനോ ഏകാഗ്രത വർദ്ധിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് കാപ്പി അനുയോജ്യമാണ്. എന്നാൽ അമിതമായ ഉത്കണ്ഠയോ ഉറക്ക പ്രശ്നങ്ങളോ ഒഴിവാക്കാൻ മിതത്വം പാലിക്കേണ്ടതുണ്ട്. മഴക്കാലത്ത് ഇവ രണ്ടും ആരോഗ്യകരമായ പാനീയങ്ങളാണ്. എന്നാൽ ഇവ തിരഞ്ഞെടുക്കുന്നത് ജീവിതശൈലി, ആരോഗ്യ ആവശ്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി ഇനി അവസരജാലകം. നമസ്കാരം, അവസരജാലകത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ തൊഴിലവസരങ്ങളും അറിയിപ്പുകളും നോക്കാം. മാള ഗവൺമെന്റ് ITI പ്രവേശനം അപേക്ഷാ തീയതി നീട്ടി. മാള കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITIയിൽ 17 വിവിധ NCTV അംഗീകൃത കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ജൂലൈ 10 വരെ നീട്ടി. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് www.itiadmissions.kerala.gov.in വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം തൊട്ടടുത്തുള്ള ITIയിലെത്തി ജൂലൈ 13-നകം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണം. ഫോൺ 0482891127 അല്ലെങ്കിൽ 9995121251 അല്ലെങ്കിൽ 9446218047. IHRDയിൽ ഷോർട്ട് ടേം കോഴ്സ്. IHRDയുടെ സെന്റർ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ഷോർട്ട് ടേം കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 9450609307 അല്ലെങ്കിൽ 8547005087. ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അപേക്ഷ ക്ഷണിച്ചു. ASAP കേരളയുടെ സഹകരണത്തോടെ നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ലെവൽ 4 നിലവാരത്തിലുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റാണ് 9 മാസത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കുക. പ്രായപരിധി ബാധകമല്ല. പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പാലക്കാട് ആയുർപാലന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത്. ഫോൺ 6238094232 അല്ലെങ്കിൽ 9495999667. പുതുക്കാട് NCTV ചാനലിലേക്ക് എഡിറ്റർ കം ക്യാമറാമാനെ ആവശ്യമുണ്ട്. 2 വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം. എഡിറ്റിംഗ്, ക്യാമറ മേഖലയിൽ താൽപ്പര്യമുള്ളവർക്കും അപേക്ഷിക്കാം. മൾട്ടിമീഡിയ കോഴ്സ് ചെയ്തവർക്കും ട്രെയിനികൾക്കും അപേക്ഷിക്കാം. ഫോൺ 9037163011. സെയിൽസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്.
നന്ദിപുലം ശിവാനി സിൽക്സ് ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഓണം സീസണിലേക്ക് സെയിൽസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. വിളിക്കുക 9995424533. പുതുക്കാടുള്ള സോളാറിസ് എനർജി സൊല്യൂഷൻസ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട്. ടാറ്റ സോളാർ. ഫോൺ 9475705277 അല്ലെങ്കിൽ 9447641277. ഇമെയിൽ info@solarisenergyindia.com. തലോർ അഫാത്ത് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ഇൻഷോപ്പ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജർ ഒഴിവുണ്ട്. വാട്സ്ആപ്പ് യുവർ അപ്ഡേറ്റഡ് CV to 9633330007. ഫെസിലിറ്റേറ്റർ നിയമനം. തൃശൂർ മെഡിക്കൽ കോളേജിലും ചെസ്റ്റ് ആശുപത്രിയിലും ചികിത്സയ്ക്കെത്തുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനായി ആരംഭിച്ച ഫെസിലിറ്റേഷൻ സെന്ററിൽ ഫെസിലിറ്റേറ്ററായി പ്രവർത്തിക്കുന്നതിന് തൃശൂർ ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. +2 വിദ്യാഭ്യാസ യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവരെയാണ് നിയമനത്തിന് പരിഗണിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുൻഗണന. പ്രായം 18നും 45നും മധ്യേ. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾ ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ജൂലൈ 16 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഉദ്യോഗാർത്ഥികൾ ഉച്ചയ്ക്ക് 1:30 മുമ്പായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0480270610. അവസരജാലകം സമാപിക്കുന്നു. കൂടുതൽ തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെ ലെക്ചറർ ഇലക്ട്രിക്കൽ തസ്തികയിലെ ഒഴിവിലേക്ക് സ്ഥിര നിയമനം നടത്തുന്നു. പ്രായം, യോഗ്യത, ശമ്പള സ്കെയിൽ എന്നിവ കേരള സർക്കാർ മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കും. അപേക്ഷാ ഫോം ഓഫീസിൽ നിന്നും 1000 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂലൈ 22 ഉച്ചതിരിഞ്ഞ് 3 വരെ പോളിടെക്നിക് കോളേജ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ഫോൺ 048027514346. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,240 രൂപ, പവന് 1,05,920 രൂപ. പുതുക്കാട് തെക്കേത്തുറവ് മഠത്തിൽ അയ്യപ്പൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുമാരിയാണ് ഭാര്യ. അഭിലാഷ്, അനീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചിയിലും ചിമ്മിനിയിലും ജലനിരപ്പ് പൂർണ്ണമായും നിയന്ത്രണ വിധേയം. നിലവിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടില്ല. ഓപ്പറേഷൻ തൂഫാൻ. പിടിച്ചെടുത്ത കഞ്ചാവും മെത്താഫെറ്റാമിനും പുതുക്കാടുള്ള ഓട്ട് കമ്പനിയിലെ ചൂളയിൽ കത്തിച്ചു കളഞ്ഞു. വയോധികനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവം വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ. തൃക്കൂർ GLP സ്കൂളിൽ നിർമ്മിച്ച ആധുനിക ടർഫ് സമർപ്പിച്ചു. പദ്ധതിയൊരുക്കിയത് KSFE. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.